الرحمن الرحيم പകലിനെ നാം ആക്കി തന്നു മആശ പകൽ എന്നത് وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا قال الله عز وجل അള്ളാഹു ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഭൂമിയെ നാം നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നു, പർവ്വതങ്ങളെ ഭൂമിയിലേക്ക് ആണിയാക്കി തന്നു, നിങ്ങൾക്ക് ഭൂമിയിൽ വസിക്കാൻ നിങ്ങൾക്ക് ഇണകളെ നാം സൃഷ്ടിച്ചു തന്നു, വിശ്രമിക്കാൻ ഉറക്കു തന്നു, അതിനുവേണ്ടി സൗകര്യപ്പെടുത്താൻ രാത്രിയെ തന്നു, ജീവിക്കാൻ എന്തെങ്കിലും വക ഉണ്ടാക്കാൻ വേണ്ടി പകലിനെ നാം തന്നു. ഇതെല്ലാം നാം നൽകിയ അനുഗ്രഹങ്ങളാണ്. പിന്നെ അല്ലാഹ് പറയുന്നു وَبَنَيْنَا فَوْقَكُمْ سَبْعًا شِدَادًا നിങ്ങൾക്ക് മീതെ നാം ഉണ്ടാക്കിയിട്ടുണ്ട് സബഅൻ ശിദാദാ സബഅ സമാവാതിൻ ശിദാദാ ശക്തമായ 7 ആകാശത്തിന്റെ തട്ടുകളെ നിങ്ങൾക്ക് ഞാൻ സൃഷ്ടിച്ചു തന്നു. അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മേരാജിന്റെ രാത്രിയിൽ പോയത്. 1-ാം ആകാശം, 2-ാം ആകാശം, 3-ാം ആകാശം, 4-ാം ആകാശം, ഓരോ ആകാശത്തിലെ അമ്പിയാക്കളോടുള്ള സലാം, അവിടുത്തെ സ്വാഗതം, അവിടുത്തെ വെൽക്കം എല്ലാം കഴിഞ്ഞിട്ട് 7 ആകാശങ്ങൾ കഴിഞ്ഞിട്ടാണ് സിദ്റത്തുൽ മുൻതഹയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയത്. അത് ഖുർആൻ പറയാണ്, 7 ആകാശങ്ങളെ നാം നിങ്ങൾക്ക് മീതെ ഉണ്ടാക്കി തന്നു. ഖവിയ്യത്തൻ ശക്തമായ, പെട്ടെന്നൊന്നും വീഴാത്ത, കാലങ്ങൾ എത്ര പോയാലും ലാ യുഅസ്സിറു ബിഹാ മുറൂറു സമാൻ, എത്ര കാലങ്ങൾ പോയാലും അതിനൊരു അടയാളമോ ഒരു തകരാറോ ഉണ്ടാവാത്ത കെട്ടിമുട്ടായ 7 ആകാശങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാഹ് പറയുന്നു വജഅൽനാ സിറാജൻ വഹാജാ, എന്ത് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അല്ലാഹ് പറയുകയാണ്. നാം ആക്കി സിറാജൻ വഹാജാ, നല്ല കത്തിജ്വലിക്കുന്ന സൂര്യനെ, വിളക്കിനെ നാം തന്നു. സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്കാണ്. മുനീറൻ വഖാദൻ, നല്ല ആളിക്കത്തുന്ന പ്രകാശപൂരിതമായ അശംസ്, സൂര്യനെ നാം ഉണ്ടാക്കി തന്നു. നിങ്ങൾക്ക് ലോകത്തിലേക്ക് വെളിച്ചം നുകരാൻ സൂര്യനെ നാം പടച്ചു തന്നു. പിന്നെ പറയാണ് വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജാ. സയൻസ് പഠിക്കുന്നവർക്ക് കുറെ പഠിക്കാനില്ല. വഅൻസൽനാ, നാം ഇറക്കി തന്നു, മിനൽ മുഅ്സിറാത്തി, മേഘങ്ങളിൽ നിന്ന്, ഐ അസ്സഹാബാതില്ലതി ഹാന ലഹാ അൻ തംതറ, മഴ വർഷിപ്പിക്കുന്ന സമയമായാൽ മേഘങ്ങളിൽ നിന്ന് നാം അതിനെ പൊടിയാക്കിക്കൊണ്ട് മഴയായ രൂപത്തിൽ വെള്ളം നാം നിങ്ങൾക്ക് ഭൂമിയിലേക്ക് ഇറക്കി തന്നു. നല്ല വെള്ളത്തെ നാം ഇറക്കി തന്നു. എന്തിനി എന്ന് പറയുന്നു, ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ, ഉണങ്ങിയ വറ്റി വരണ്ട ഭൂമിയിൽ നല്ല ധാന്യങ്ങളും സസ്യങ്ങളും പുറത്തു വരാൻ മുളക്കാൻ വേണ്ടി നാം മഴ നിങ്ങൾക്ക് തന്നു. മാത്രമല്ല ഇടങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട്
കൃഷിത്തോട്ടങ്ങൾ, നെൽകൃഷിത്തോട്ടങ്ങൾ, അടയ്ക്കമരങ്ങൾ, തെങ്ങൻ തോട്ടങ്ങൾ, പഴങ്ങൾ, ഈ ഭൂമി ലോകത്ത് സർവചരാചര വസ്തുക്കൾക്കും ജീവകൾക്കും ഉതകുന്നതായ രൂപത്തിലുള്ള സസ്യങ്ങളും ധാന്യങ്ങളും തോട്ടങ്ങളും നാം മുളപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മേഘങ്ങളിൽ നിന്ന് കൊട്ടിയിട്ട് അതിലേക്ക് മലക്കുകളെ കൊണ്ട് അടുപ്പിച്ചിട്ട് മഴയായി വെള്ളമായി നിങ്ങൾക്ക് നാം ഇറക്കി തന്നു. ഇതെല്ലാം ചിന്തിക്കുന്നില്ലേ നിങ്ങൾ? പിന്നെ എന്തിനാ നിങ്ങൾ തർക്കിക്കുന്നത്? ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് തുടക്കടയാണ്. ഖിയാമത്ത് നാൾ ഉണ്ടോ ഇല്ലേതുണ്ട് വിഭാഗങ്ങളായപ്പോൾ അവരോട് ചോദിക്കേണ്ട ഇതെല്ലാം ആര് നിങ്ങൾക്ക് തന്നിനെ? പിന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, ഇന്ന യൗമൽ ഫസ്ലി കാന മിഖാതാ. തീർച്ചയായും ഫസ്ലിന്റെ ദിവസം ബൈനൽ ഖലായിഖി, സൃഷ്ടികൾക്കിടയിൽ നന്മയും തിന്മയും വേർതിരിക്കുന്ന ദിവസം, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേറെ മാറ്റി നിർത്തുന്ന ദിവസം, സത്യവും അസത്യത്തിന് പ്രതിഫലം നൽകുന്ന ദിവസം, സവാബിന്റെയും ഇഖാബിന്റെയും ദിവസം നിശ്ചിതമായിരിക്കുന്നു, ഫിക്സഡ് ആയിരിക്കുന്നു. എപ്പോഴാണ്? യൗമ യുൻഫഖു ഫിസ്സൂർ, സൂറിൽ കാഹളത്തിൽ ഊതുന്ന ദിവസം, ഊതപ്പെടുന്ന ദിവസം. അന്നാണ് ഈ ദിവസത്തിന്റെ അന്ത്യമുണ്ടാകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്രാഫീൽ അലൈഹിസ്സലാം എല്ലാ ദിവസവും അല്ലാഹുവിനോട് ചോദിക്കുന്നുവത്രേ. മുത്തുനബിയുടെ ഹദീസിൽ പറയുന്ന രൂപം കാണാം. കാഹളം ഇങ്ങനെ ഇസ്രാഫീൽ ഊതി പിടിക്കുകയാണ്, ഊതാൻ വേണ്ടി വായിൽ വെച്ച് റെഡിയായിരിക്കുകയാണ്. ഇപ്പൊ ഊതാൻ വേണ്ടി നാം ഓട്ടത്തിലേക്ക് മാർച്ച് പാസ്റ്റാക്കുമ്പോ ഓടുമ്പൊക്കെ പറയില്ലേ, റെഡി 1 2 3 എന്ന് പറയില്ലേ? എന്നതുപോലെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം റെഡിയായിരിക്കുകയാണ്. ദിവസം അല്ലാഹുവിനോട് ചോദിക്കുന്നു, പടച്ചറബ് ഞാൻ ഊതട്ടെയോ ഞാനെന്ന് എപ്പോഴും ഇസ്രാഫീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു. അതിന്റെ അർത്ഥം ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു. മുത്തുനബി തന്നെ ഖിയാമത്തിന്റെ അടയാളമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പറഞ്ഞത് അതാ അംറുല്ലാഹ് ഫലാ തസ്തഅജിലൂ. എന്ത്? അല്ലാഹുവിന്റെ കാര്യം എത്തിയിട്ടുണ്ട്. ഈ റിക്ഷ ഡ്രൈവർമാർ അറിയില്ലേ, ഫോൺ വിളിച്ചെങ്കിൽ എത്താൻ കുറച്ചുണ്ടാകും. അരബിക്കിലെ ഞാൻ എത്തി എന്ന് പറയില്ല, എത്തി എന്നാ പദവിളക്കെയാണ് ഖുർആൻ പറഞ്ഞത്. അതാ അംറുല്ലാഹ്, അള്ളാന്റെ കാര്യം നിശ്ചിത ദിവസം ഖിയാമത്ത് എത്തിയിട്ടുണ്ട്. കുറച്ചേ ഉള്ളേ. ആ കുറച്ച് ദിവസത്തിന്റെ ഇടയിലാണ് നാം ഈ ലോകത്തുള്ള ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യന്മാർ ജീവിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഈ മാസം എന്നിട്ട് പിന്നെ സൂറത്ത് കാഹളത്തിൽ ഊതിയാൽ നിങ്ങൾ വരും മനുഷ്യരെ, നിങ്ങളുടെ ഖബറുകളിൽ നിന്ന് നിങ്ങൾ വരും, ഇലൽ മൗദിഫി, ആ വിശാലമായ മരുഭൂമിയിലേക്ക്, മഹ്ശറയിലേക്ക്, അഫ്വാജാ, വ്യത്യസ്തങ്ങളായ കൂട്ടങ്ങളായിട്ട് വരും. ഇതിനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തരണം. എന്ത്? യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ എന്ന് പറഞ്ഞല്ലേ? എന്താണ് കൂട്ടം കൂട്ടമായി വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളല്ലേ, ഞങ്ങളൊക്കെ ഈ മുസ്ലിമിന്റെ ഉമ്മത്തീങ്ങളല്ലേ? വേറെ വേറെ പാർട്ടി എന്തിന് വരുന്നേ? ഇവിടെ കുറെ പാർട്ടി ഉണ്ട്, പിന്നെ ആടെ പോയിട്ട് പാർട്ടി ഡൗട്ട്.
അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മുആദിനോട് റളിയല്ലാഹു അൻഹു, യാ മുആദ് ഇബ്നു ജബൽ ലഖദ് സഅൽത അൻ അംറിൻ നദീം, നീ തീർച്ചയായും ചോദിച്ചത് ഒരു വലിയ കാര്യത്തെ കുറിച്ചാണ്. എന്നിട്ട് ثم أرسل عينيه باكيا, പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകൾ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ണുനീര് ഒഴുകിയത്ര. എന്നിട്ട് ثم قال, നബി തങ്ങൾ പറയുന്നു, യുഹ്ശറു അശ്റത അസ്നാഫിൻ, യുഹ്ശറു അശ്റത അസ്നാഫിൻ, 10 സിൻഫുകളായിട്ട് മിൻ ഉമ്മത്തി അസ്താതൻ, എന്റെ ഉമ്മത്തികൾ 10 വിഭാഗങ്ങളായിട്ട് മഹ്ശറിലേക്ക് ഇങ്ങനെ വരുമെന്ന് കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വഖദ് മയ്യസഹും അല്ലാഹു മിൻ ജമാഅത്തിൽ മുസ്ലിമീന, ആ 10 കൂട്ടരെ മുസ്ലിമീങ്ങളെ തൊട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടോ അവരോ ബദല സൂറഹും, അവരുടെ കോലങ്ങളെ മാറ്റി മരിച്ചിട്ടുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ മാത്രമല്ല, മുഅ്മിനീങ്ങളല്ലാത്ത മുഅ്മിനീങ്ങളിൽപ്പെട്ട ഈ 10 കൂട്ടരെ മാറ്റി വെച്ചുകൊണ്ട് അവരുടെ രൂപങ്ങളെ പോലും അല്ലാഹു മാറ്റി വെച്ച രൂപത്തിലാണ് ഖിയാമത്തിൽ ഖിയാമത്താൽ കൂട്ടം കൂട്ടമായി വരിക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ കാക്കട്ടെ. ആ 10 കൂട്ടർ ആരാണെന്ന് അറിയുമോ? എങ്ങനെയാണെന്നറിയുമോ? നാളെ പഠിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ അമലുകളെ കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു തആല മാഫാക്കട്ടെ. നാം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകട്ടെ. നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഖൽബുകളെ അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ നാടിനെ അല്ലാഹു ഇസ്സത്തിലാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഹഖീ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.